ശാശ്വത പരിഹാരം വേണമെന്ന് CPI എടക്കര ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ മലയോര മേഖലയിലെ കർഷകരുടെ കൃഷിയിടങ്ങൾ നേതാക്കൾ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം പാലയമാട് താഴത്തേടത്ത് ചേട്ടൻ്റെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങുകയും അദ്ദേഹം ഇതിൻ്റെ വാഴ, കവുങ്ങ്, തെങ്ങ് ഈ കൃഷിവിളകൾ നശിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, കനത്ത വേനലിൽ നമ്മുടെ മലയോര മേഖലയിലെ കർഷകർ അവരുടെ കൃഷി, അവരുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന കൃഷി അവരെങ്ങനെയാണ് പരിപാലിച്ചു പോകുന്നത്. വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് വീടുകളിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന് അവർ കൃഷി പരിപാലിച്ചു കൊണ്ടുപോകണം. അപ്പം കാട്ടാന കഴിഞ്ഞ ദിവസം ഇറങ്ങുകയും ഓണത്തിൻ്റെ സമയത്തേക്ക് കുലക്കേണ്ട വാഴകൾ, അതുപോലെ തന്നെ കവുങ്ങ്, പുതിയ വെച്ചിട്ടുള്ള കവുങ്ങിൻ്റെ തൈകൾ, തെങ്ങ് ഇതെല്ലാം നശിപ്പിക്കുന്നു. ഇതാദ്യമായിട്ടുണ്ടാകുന്നൊരു സംഭവമല്ല. നിരന്തരം നമ്മുടെ മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്നൊരു പ്രയാസമാണിത്. അപ്പം ഇതിന് അടിയന്തരമായൊരു പരിഹാരം വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതിന് ഏറ്റവും ഒരു കർഷകർ തന്നെ പറയുന്നത് ട്രെഞ്ചിങ് സംവിധാനം ഇവിടെ ഉണ്ട്, പക്ഷേ അത് ശാസ്ത്രീയമായ രീതിയിലല്ല നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് പോലെയുള്ള അത്യാധുനിക രീതികൾ, സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇപ്പം ഈ ഇവിടെ നശിപ്പിച്ചതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഒരുപാട് കർഷകരുടെ വിളകൾ കൊലയ്ക്കാനായിട്ടുള്ള വാഴകളും അതുപോലെ തെങ്ങുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആനയുടെ ആക്രമണത്തിൽ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ വനംവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാവണം, കൃഷി വകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ശക്തമായ സമരം CPIയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. പാലേമാട് താഴത്തേടത്ത് ജെയിംസ് എന്ന ജോബിയുടെ കൃഷിയിടം കാട്ടാനക്കൂട്ടം നിരപ്പാക്കി. വാഴ, കവുങ്ങ്, തെങ്ങ് എന്നീ വിളകൾ നശിപ്പിച്ചു. താഴത്തേടത്ത് ജോഷിയുടെ വിളകളും കാട്ടാനശല്യത്തിൽ നശിച്ചിരുന്നു. സമീപവാസികളായ ചെന്നൻ അനി, വാഴക്കാലായിൽ തോമസ് എന്നിവരുടെയും കൃഷി കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ കുടുംബം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. നിലമ്പൂർ മുട്ടിക്കടവ് അന്തർ സംസ്ഥാന പാതയിലൂടെ വാഹനയാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. ഏതു സമയവും കാട്ടാന വഴിതടയും എന്നതാണ് അവസ്ഥയെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ട്രെഞ്ച്, ഹാങ്ങിങ് മോഡൽ ഫെൻസിംഗ് എന്നിവ വനാതിർത്തിയിൽ സ്ഥാപിക്കണം. കാട്ടാന വിള നശിപ്പിച്ചവരുടെ കൃഷിസ്ഥലം സന്ദർശിച്ച സംഘത്തിൽ CPI നേതാക്കളായ മനോജ് കരുളായി, ജയകൃഷ്ണൻ, M ഉമ്മർ, സൈദരവി എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, എടക്കര.